ആധുനിക യുദ്ധരംഗത്ത് വ്യോമാക്രമണങ്ങൾ ഉയർത്തുന്ന ഭീഷണി എന്നത് വളരെ നിർണായകമായ ഒരു വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2025 മെയ് 7 മുതൽ 10 വരെ നടന്ന ഇന്ത്യ പാക് സംഘർഷമാണ് ഈ യാഥാർത്ഥ്യത്തിലെ ഏറ്റവും പുതിയ ഉദാഹരണം. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യോമമേഖലയെ ശത്രുഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇത്തരം വെല്ലുവിളികളെ മുൻകൂട്ടി അറിഞ്ഞ് അവയെ തൽക്ഷണം നിർവീര്യമാക്കുവാനും സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയുടെ ഒരു സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് അഥവാ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കമാൻഡിനെ പറ്റിയാണ് ചാണകിൻ്റെ പുതിയ വീഡിയോ. ഒപ്പം ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ കമാൻഡിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി അറിയാം. ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിൻ്റെ പ്രാധാന്യം. വടക്കു പടിഞ്ഞാറ് പാകിസ്ഥാനുമായും വടക്കും കിഴക്കും ചൈനയുമായും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവുമായും 4 അതിരുകൾ നിലവിലുള്ള ഇന്ത്യൻ രാജ്യവിസ്തൃതിയുടെ ആകാശത്ത് സുശക്തമായ ഒരു വ്യോമ പ്രതിരോധം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 2013 തത്കാല കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂദില്ലിയിൽ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് അഥവാ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കമാൻഡ് സ്ഥാപിക്കുന്നത്. വിശാല ഇന്ത്യയിലും വടക്കുകിഴക്കേ ഇന്ത്യയിലുമായി വിന്യസിക്കപ്പെട്ടിരുന്ന 3 സേനകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മികച്ച ഏകോപനവും തന്മൂലം ലഭിക്കുന്ന മെച്ചപ്പെട്ട പരിണാമവുമായിരുന്നു ഇതിൻ്റെ ഏറ്റവും പരമമായ ഉദ്ദേശം. തത്ഫലമായി ഇന്ത്യൻ സായുധ സേനകളുടെ റഡാറുകൾ, പോർ വിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയെ ഒരു തന്ത്രപ്രധാന കേന്ദ്രത്തിൽ നിന്നും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനും ഇവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമുള്ള ഒരു സമർപ്പിത കമാൻഡ് ഇന്ത്യക്ക് ലഭ്യമായി. അതുകൊണ്ട് തന്നെ ശത്രു ഭീഷണികൾക്കെതിരെയുള്ള തത്സമയ വിഭവ പങ്കുവയ്ക്കലിനും അവർക്ക് നേരെയുള്ള ദ്രുത പ്രതികരണത്തിനും ഇന്ത്യൻ സേനകൾക്ക് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് സംജാതമാക്കപ്പെട്ടതും. സൈന്യത്തിൻ്റെ പക്കലുള്ള എയർ ഡിഫൻസ് വെപ്പണുകളും സിസ്റ്റംസും വളരെ ഫലപ്രദമായ രീതിയിൽ ചെലവ് കുറച്ച് നിർവഹിക്കാൻ കഴിയുമെന്നതും വ്യോമ പ്രതിരോധ നടപടികളുടെ വ്യാപ്തി അപാരമായ വിധത്തിൽ വർദ്ധിപ്പിക്കുമെന്നതും ഈ കമാൻഡിന് സവിശേഷമായ ഒരു മേന്മ നൽകുന്നു. മാത്രമല്ല, എല്ലാവിധ വായു ഭീഷണികളെയും തുല്യമായി നേരിടാൻ കഴിയുന്ന ഒരു ബഹുതല സംരക്ഷണ കവചം സൃഷ്ടിക്കാനും തൽഫലമായി വ്യത്യസ്ത ദൂരപരിധികളിൽ ഉള്ള ഇന്ത്യൻ സേനകളുടെ മിസൈലുകളും ലേസർ ആയുധങ്ങളും ഉപയോഗിച്ച് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും തൽക്ഷണം തകർക്കുവാനുമുള്ള മാർഗനിർദ്ദേശം ലഭ്യമാക്കാനും ഈ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിന് കഴിയുന്നു. മാത്രമല്ല, കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമായതിനാൽ ഇതിന് കീഴിലുള്ള എയർ ഡിഫൻസ് യൂണിറ്റുകളിൽ ചടുല മറുപടിയാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിൻ്റെ കീഴിലുള്ള മിസൈലുകൾ. ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് അത്യാധുനിക സാങ്കേതിക വിദ്യയും വിവിധ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് ഇതിന് കീഴിലുള്ള വിപുലമായ റഡാർ ശൃംഖലകൾ. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള നൂതന റഡാറുകൾ അടങ്ങുന്ന ഈ നിരീക്ഷണ വ്യൂഹം ശത്രുവിൻ്റെ പോർ വിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു. ഈ ശൃംഖലയിലുള്ള ലോങ് റേഞ്ച് റഡാറുകൾ ഇന്ത്യൻ അതിർത്തികളിൽ നിന്നും കൂടുതൽ അകലെയുള്ള വായു ഭീഷണികളെ തിരിച്ചറിയാൻ പര്യാപ്തമാണ്. മാത്രമല്ല, ഇവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹ്രസ്വദൂര, മധ്യദൂര, ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ S-400 ട്രയംഫ് പോലുള്ള മികച്ച കൃത്യതയും ഗുണനിലവാരവും ഉള്ളതാകയാൽ ശത്രു ലക്ഷ്യങ്ങൾക്കെതിരെ പൂർണ്ണ നശീകരണ ശേഷിയാണ് ലഭ്യമാക്കുന്നത്. 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ റഷ്യൻ നിർമ്മിത മിസൈലുകൾക്ക് ഏതു ഗണത്തിൽപ്പെടുന്ന പോർ വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ എന്നിവയെ തകർക്കാനാവും. കൂടാതെ ഇസ്രയേൽ നിർമ്മിത ബറാക്ക് 8, സ്പൈഡർ എന്നീ മിസൈലുകളും ഇന്ത്യൻ നിർമ്മിത ആകാശ് മിസൈലും ഇന്ത്യയുടെ ഈ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിൻ്റെ കീഴിലുള്ള വ്യോമ പ്രതിരോധ മിസൈലുകളാണ്. 15 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ അകലത്തിൽ പ്രചരിക്കാവുന്ന പ്രസ്തുത മിസൈൽ ശ്രേണിയിലേക്ക് സമീപഭാവിയിൽ റഷ്യൻ നിർമ്മിത S-500 പ്രൊമിത്യൂസ് എയർ ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യൻ നിർമ്മിത കുഷ എയർ ഡിഫൻസ് സിസ്റ്റവും കൂടി ചേരുന്നതോടെ ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ചാര ഉപഗ്രഹങ്ങളെ പോലും വെടിവെച്ചിടാനുള്ള ആയുധക്കരുത്തായിരിക്കും ഈ കമാൻഡ് നേടുന്നത്. ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിന് കീഴിലുള്ള പോർ വിമാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും മികച്ച 4ാം തലമുറ പോർ വിമാനങ്ങളായ ദസോ, റഫാൽ, സുഖോയ് Su-30 MKI, മിഖോയൻ MiG-29 എന്നീ അതിമാരക യുദ്ധവിമാനങ്ങളാണ് തങ്ങളുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിനു കീഴിൽ ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ ആകാശാതിർത്തികൾക്കുള്ളിൽ സമഗ്രമായ ഒരു വ്യോമ മേധാവിത്വം സ്ഥാപിക്കുന്നതിനും അനുബന്ധമായി ശത്രുരാജ്യങ്ങളിൽ നിന്നും വരുന്ന ആകാശ ഭീഷണികളെ നേരിടുന്നതിനും ഈ യുദ്ധവിമാനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കമാൻഡിന് വളരെ അനിവാര്യമാണെന്നിരിക്കെ അത്യാധുനികവും ഉഗ്രപ്രഹരശേഷിയുള്ളതുമായ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് ഇവയിൽ വിന്യസിക്കുന്നത്. തൽഫലമായി അതിവിദൂര വായുലക്ഷ്യങ്ങളെപ്പോലും തകർക്കാനും അതുവഴി രാജ്യത്തിനകത്തേക്ക് വൈരികൾ നടത്തുന്ന ഏതൊരു വ്യോമാക്രമണത്തെയും
തൽക്ഷണം ചെറുത്തു തോൽപ്പിക്കാനും ഈ കമാൻഡിൻ്റെ നിയന്ത്രണത്തിലുള്ള പോർ വിമാനങ്ങൾക്ക് സാധിക്കുന്നു. ഇതിനായി റഷ്യൻ നിർമ്മിത R-37 എയർ ടു എയർ മിസൈൽ, ഇന്ത്യൻ നിർമ്മിത അസ്ത്ര മാർക്ക് 2 മിസൈൽ എന്നിവ സുഖോയ് മിഗ് യുദ്ധവിമാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 200 മുതൽ 400 കിലോമീറ്റർ വരെ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ ഫയർ ചെയ്യാൻ കഴിയുന്ന ഈ മിസൈലുകൾ ഇന്ത്യൻ വ്യോമമേഖലയിൽ ഒരു മെച്ചപ്പെട്ട എയർ ഡിഫൻസ് കവർ നൽകാൻ അത്യധികം ഉപകാരപ്രദമാണ്. മാത്രമല്ല, ഇലക്ട്രോണിക് ജാമിംഗ്, സ്പൂഫിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശത്രുവിമാനങ്ങളെ അന്ധരാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ എയർക്രാഫ്റ്റുകളും ഇന്ത്യയുടെ ഈ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് കമാൻഡിനെ സവിശേഷമാക്കുന്നുണ്ട്. കൂടാതെ വൈരികളുടെ തത്സമയ ഏരിയൽ മൂവ്മെൻറ്റുകളെ റീഡ് ചെയ്യുന്ന എംബ്രായർ നേത്രയും ബെറി ഫാൽക്കണും പോലുള്ള ഹൈടെക് അവാക്സ് വിമാനങ്ങളുടെ സമഗ്രമായ പിന്തുണയും ഇവർക്കുണ്ട്. ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് ഓപ്പറേഷൻ സിന്ദൂറിൽ കാഴ്ചവെച്ച പ്രകടനം. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാക് ബന്ധങ്ങളുള്ള കൊടും ഭീകരർ നിരപരാധികളായ 26 വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തതിന് തിരിച്ചടിയായി പിറ്റേ മാസം 2025 മെയ് 7 പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിൻ്റെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത ലോകത്തിന് മുന്നിൽ വ്യക്തമായി തെളിയിക്കുന്നതായിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ നടപടികൾക്കുള്ള മറുപടിയായി ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട 100 കണക്കിന് ഡ്രോണുകളെയും ഫതഹ് പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെയും വളരെ ഫലപ്രദമായ വിധത്തിൽ പ്രതിരോധിക്കാൻ ഈ കമാൻഡിന് കീഴിലുള്ള എയർ ഡിഫൻസ് യൂണിറ്റുകൾക്ക് കഴിഞ്ഞു. ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യൻ നിർമ്മിത S-400 സുദർശൻ ചക്രയും മധ്യദൂര ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ഇന്ത്യൻ നിർമ്മിത ആകാശ് തീറും ഇസ്രയേൽ നിർമ്മിത ബറാക്കും നിർവഹിച്ച മികച്ച പ്രകടനം ഈ ഓപ്പറേഷനെ ആഗോള വൻശക്തികളുടെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയത് വിസ്മരിക്കാനാവുന്നതുമല്ല. തദ്ദേശീയ ആയുധങ്ങളുടെ ബുദ്ധിപരവും തന്ത്രപരവുമായ സംയോജനം മൂലവും അവയുടെ പ്രയോഗത്തിനായുള്ള അനുയോജ്യ മാർഗനിർദ്ദേശത്തിലൂടെയും ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ കടുത്ത പ്രഹരങ്ങളെപ്പോലും സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡിൻ്റെ ഇടപെടലുകൾ നിർവീര്യമാക്കി. വിവിധ സേനകളുടെ ഏകോപനവും അനുബന്ധമായി യഥാസമയത്തുള്ള വിവര കൈമാറ്റവും ഈ വിജയത്തിന് നിർണായകമായി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയുടെ ഈ കമാൻഡ് സംവിധാനത്തിന് ഒരു വലിയ മുന്നേറ്റമാണെന്നാണ് പല പ്രതിരോധ വിദഗ്ധരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ തലസ്ഥിതി നിലനിർത്താനും ഇതിൽ കൂടുതൽ പുരോഗതി കൈവരുത്താനും കൃത്രിമ ബുദ്ധിയുടെ വിനിയോഗത്തിൽ അധിഷ്ഠിതമായ നൂതന റഡാറുകളും മിസൈലുകളും അതിനപ്പുറം ഇൻ്റർസെപ്റ്റർ വിമാനങ്ങളും ഈ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കമാൻഡിന് വേണ്ടി അധികമായി ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ പക്ഷം. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ ഈ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒരു നിർണായക ശക്തിയാണെന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വൈദേശികവും തദ്ദേശീയവുമായ ആധുനിക സാങ്കേതിക വിദ്യയും അതിനെ മികച്ച രീതിയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത പ്രതിരോധ സംവിധാനങ്ങളും സമഗ്രമായി ഒത്തുചേരുമ്പോൾ വൈരികൾ നടത്തുന്ന ഏതൊരു വ്യോമാക്രമണത്തെയും വളരെ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിക്കാൻ ഈ കമാൻഡിന് കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ തന്നെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വരുംകാല വെല്ലുവിളികളെ നേരിടാൻ അതിനൂതനമായ ആയുധങ്ങളെ ഉൾപ്പെടുത്തി ഇതോടൊപ്പം അനുയോജ്യമായ പോരാട്ട തന്ത്രങ്ങളെ അനുവർത്തിച്ചും ഈ സംയോജിത വ്യോമ പ്രതിരോധ കമാൻഡ് കൂടുതൽ ശക്തമാകുമെന്നതിൽ തർക്കമേതുമില്ല. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.